എല്ലാവരും സുഖമല്ലേ? മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ സിസ്ലിംഗ് തോഫു അല്ലെങ്കിൽ സിൽക്കൻ തോഫു ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തോഫു സൂപ്പർ മാർക്കറ്റിലൊന്നും മേടിക്കാൻ കിട്ടാത്തവർക്ക് ഈ തോഫു വീട്ടിൽ തന്നെ ചെയ്യാനുള്ള റെസിപ്പിയാണ് ഇന്ന് കാണിച്ചു തരുന്നത്. ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തോഫുവും കൊണ്ട് ചെയ്യേണ്ട ഡിഷിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആദ്യം നമുക്ക് വേണ്ടത് 1 കപ്പ് സോയാബീനാണ്. അത് കുതിർത്ത് വെക്കണം. ഒരു 8-10 മണിക്കൂർ കുതിർത്ത് വെക്കണം. അതിപ്പോൾ 1 കപ്പ് കുതിർത്ത് കഴിഞ്ഞാൽ അത് വീർത്ത് വരുമ്പോൾ എന്തായാലും ഒരു 1.5 കപ്പോളം ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഒരു 2-2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. പിന്നെ ഒരു തുണിയിലിട്ടിട്ട് നമുക്ക് തേങ്ങാപ്പാലൊക്കെ പിഴിയുന്ന പോലെ ഇത് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് പറ്റിയൊരു തുണിയും ഒരു ബൗളും പിന്നെ ഒരു മെഷറിങ് കപ്പും എടുത്ത് വെക്കുക. ഒരു 400 ml പാല് നമുക്ക് വേണം. ആദ്യം അരച്ചിട്ട് അതിന് പിഴിഞ്ഞെടുക്കാം. ഇതിപ്പം കട്ടിയുള്ള സോയ മിൽക്കാണ്. ഇനി വീണ്ടും നമുക്ക് ഇത് 400 ml ആക്കേണ്ടിയിട്ട് ഈ ചണ്ടി ഒന്നും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം. 1 ടീസ്പൂൺ ഉപ്പിട്ടാൽ മതിയാവും. ഇതിപ്പോൾ നമുക്ക് ആദ്യം 200 മില്ലിയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയും ഒരു 200 കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് രണ്ടാം പാല് പോലെ അരച്ചെടുക്കാം. പിന്നെ ഇതിന് 3 വലിയ മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ മുട്ടയാണെങ്കിൽ 4 എടുത്തോ. എന്നിട്ട് സൈഡിൽ മുട്ടേനെ ബീറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ക്ലംസ് ഒന്നും ഇല്ലാണ്ട് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഒരു ട്രേ ലൈൻ ചെയ്ത് വെക്കണം ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട്. ഇനി നമുക്ക് 400 മില്ലി ആയിട്ടുണ്ട് സോയ മിൽക്ക്. അതിനെ അരിച്ചെടുക്കാം. ഈ ഫ്രോത്തൊന്നും വേണ്ട. അതിൻ്റെ തന്നെ നമുക്ക് മുട്ടയും അരിച്ചെടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കുക. എന്നിട്ട് നമുക്കിതിനെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബബിൾസ് എല്ലാം നമുക്ക് കോരിക്കളയണം. ചായൻ്റെ അരിപ്പൊക്കെ കൊണ്ട് കോരിയാൽ നല്ലത്. ഇതിപ്പോൾ ഞാൻ സ്പൂൺ വെച്ച് കോരിയപ്പോൾ എല്ലാം ഒന്നും പോയില്ല. അത് കാരണം നമ്മൾ ലാസ്റ്റിലുള്ള ഇത് കാണാൻ പറ്റും. അവിടെ ഇവിടെയൊക്കെ ഹോൾസ് ഉണ്ടാവും ഈ തോഫുവിൻ്റെ അകത്ത്. പിന്നെ ഒരു നല്ല സ്റ്റീമറും വേണം. എൻ്റെ സ്റ്റീമർ അത്ര നന്നായിരുന്നില്ല. അത് കാരണം സ്റ്റീമിൻ്റെ അടിയിലൊക്കെ കയറിയിട്ട് കുറച്ച് അൺഈവൺ ആയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട്. നല്ല പെർഫെക്റ്റ് പാത്രമൊക്കെ ആണെങ്കിൽ നല്ല സ്മൂത്ത് ബട്ടർ പോലെ ഉണ്ടാവും. ഇത് കണ്ടില്ലേ, കുറച്ച് ഹോൾസൊക്കെ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. കാണാനൊരു കുറച്ച് ഭംഗി കുറവെന്നേ ഉള്ളൂ. ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. യൂഷ്വലി സ്ക്വയർസ് ആയിട്ടാണ് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ കൊണ്ടാണ് നമ്മൾ ഇതിനെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഓയിസ്റ്റർ സോസും എഗ്ഗൊക്കെ ഇട്ടിട്ട് ആണ് നമ്മൾ സിസ്ലിംഗ് തോഫു ഡിഷ് ഉണ്ടാവുക. ഇത് കണ്ടോ, കട്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ നല്ല ജെല്ലി പോലെ ഉണ്ടാവും. ഇതിനെക്കൊണ്ട് പല വിധത്തിലും കുക്ക് ചെയ്യാം. പക്ഷേ സിസ്ലിംഗ് തോഫുവിനുള്ള റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ട്രൈ ചെയ്ത് നോക്ക്. വളരെ എളുപ്പമാണ്. 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, മുട്ടയും സോയാബീനും. താങ്ക്സ് കേട്ടോ.